കരൂർ സ്വദേശി കവിന്റെ മരണത്തോടെ തമിഴ്നാട്ടിലെ ആൾക്കൂട്ട ദുരന്തത്തിൽ മരണം 40ആയി. ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത കരൂർ സങ്കടക്കടലായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടത്തിൽ പോലീസിനെയും TVK സംഘാടകരെയും ഒരുപോലെ പഴിക്കുന്നുണ്ട് നാട്ടുകാർ. പോലീസുകാർ വളരെ കുറവായിരുന്നു, എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്ന് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. ഭയങ്കര തിരക്കായിരുന്നു, ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരമാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെങ്കിലും താഴോട്ട് വീണു. രക്ഷപ്പെട്ട് ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കറണ്ടിന് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ പ്രശ്നമായിരിക്കും. കാരണം അവിടെ കൊമ്പി കയറി മരത്തിൽ കയറി ഷോക്ക് അടിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. കറണ്ട് ഓഫ് ചെയ്ത് നല്ലതാ. കുഞ്ഞുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളെല്ലാം വീണു, താഴോട്ട് വീണു. ഭയങ്കര സംഭവമാണ്. അതില്ല, ഇതിപ്പോൾ ഒരാഴ്ചയിൽ മൂന്നാമത്തെ പരിപാടിയാണ് കരൂരിൽ. സ്റ്റാലിൻ വന്നിട്ട് ഇപ്പോൾ പോയിട്ട് ഒരാഴ്ച 5 ദിവസമേ ഉള്ളൂ. എടപ്പള്ളി വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. അത് 2 ദിവസം ഇവിടെ പെർമിഷൻ കൊടുത്തു. പിന്നെ ഈ കപ്പാസിറ്റി, ഈ സ്ഥലം പോരാ, സ്ഥലം വളരെ കമ്മിയാണ്. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും നടക്കുന്നത്. 2-3 പ്രാവശ്യം ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ അപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ വന്നത് കുട്ടികൾ ഒക്കെ ആരും 18 വയസ്സ് മുതലുള്ള കുട്ടികളല്ല, പകുതി പോലും അത്ര ഇല്ല. ബാക്കി എല്ലാം ചെറിയ കുട്ടികളാണ്. വിജയന്റെ ആരാധകർ അവരെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. രാഷ്ട്രീയമല്ല ഇത് മെയിനായിട്ട്. ഒക്കെ സ്കൂൾ കുട്ടികളും ഒക്കെ ആയിരുന്നു. கெஞ்சனோ போவாதீங்கன்னு கேட்க செத்த நேரத்தில் 6:30 மணிக்கெல்லாம் என்கிட்ட பேசினாங்கப்பா. கும்பலாருக்கு வந்துருங்கன்னு வந்துடுறோம். நாங்கள் திருப்பி ஒரு 1/2 மணி நேரம் கமிச்சு பார்த்தா ஒன்றுமே இல்லைம்மா, போனோமா கிடக்குது. என் பிள்ளையும் என் மாப்பிள்ளையும் போயிட்டாருப்பா. அடுத்த மாதம் கல்யாணம்ப்பா. 2 பேருமே போயிட்டாங்க, 2 பேருமே செத்துட்டாங்க. தெரிஞ்சவங்க வீட்டுல மாடியில நிக்கிறேன்னு சொன்னாங்க. இறங்கி வர்றப்பதாப்பா என் பிள்ளைய கொண்டுட்டானுங்க. 2த்தையுமே கொண்டுட்டாங்க, மிதிச்சே கொண்டுட்டாங்க. അപകടത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയുടെ 3 നേതാക്കളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ ഗൂഢാലോചന ആരോപിച്ച് TVK ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്, കരൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഹൃദയഭേദകമാണ് അവിടുത്തെ ഇപ്പോഴത്തെയും കാഴ്ചകൾ. ഒരു 40 ജീവനുകൾ എടുത്ത ഒരു മരണ റാലിയായി ഇന്നലെ TVKയുടെ റാലി മാറുകയായിരുന്നു. നിലവിൽ എന്താണ് അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ? ഈ പരിക്കേറ്റ ആശുപത്രിയിൽ തുടരുന്നവരുടെയൊക്കെ ആരോഗ്യനില എന്താണ്? ഒപ്പം ഈ സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതെപ്പോൾ ആരംഭിക്കും? അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം TVK നിലപാട് എന്താണ്? പ്രജിൻ, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അരുണിമ ജഗദീഷ് എന്ന റിട്ടയർഡ് ജസ്റ്റിസിനാണ് ഈ ഒരു ചുമതല നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി മുൻ ജഡ്ജാണ് അവരായിരുന്നു തൂത്തുക്കുടിയിലെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. പോലീസിന്റെ ആ ഒരു വെടിവെപ്പിനെ കുറിച്ചുള്ള അന്വേഷണം അടക്കം നടത്തിയത് അവരായിരുന്നു. എന്തായാലും അവർ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് കരൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത കാര്യം പ്രധാനമായും ഇനി 40ാമത്തെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. അത് കേവലം ഒരു 40 എന്നൊരു നമ്പറിൽ മാത്രം നിന്നു എന്നത് ഏറ്റവും വലിയ ഒരു ആശ്വാസകരമെന്ന് മാത്രമേ ഒരു ഘട്ടത്തിൽ പറയാൻ പാടുകയുള്ളൂ. കാരണം ഒരു മരണവും സംഭവിക്കരുത്. പക്ഷേ ഈ കറണ്ട് ഓഫ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു നമ്മോട് അല്പസമയം മുൻപ് ദൃക്സാക്ഷി കൂടിയായ ഭാസ്കരൻ സംസാരിച്ചത്. അദ്ദേഹത്തിന് മലയാളം കൃത്യമായി അറിയാം. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ TVKയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ പ്രതി ചേർത്തിട്ടുണ്ട്. TVK മാത്രമല്ല, വിജയെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ പോലും ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി നമ്മോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണം ഒരു ഭാഗത്തു കൂടെ നടക്കുന്നു. വനം വകുപ്പ് ഈ മരത്തിന് മുകളിൽ കയറി എത്രത്തോളം വീഴും എന്ന തരത്തിൽ വനം വകുപ്പിന്റെയും ഒരു അന്വേഷണം ആ ഭാഗത്തു കൂടി നടക്കുന്നുണ്ട്. എന്തായാലും മതിയായ സുരക്ഷ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഡേവിഡ്സൺ ADGP അല്പസമയം മുൻപ് രാവിലെയോടുകൂടി ഇവിടെ എത്തി നമ്മോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അതും പരിശോധിക്കും, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് അവിടെ എത്തിയത്, അതായത് കരൂരിലെ ആശുപത്രിയിൽ എത്തിയത് ദയാനിധി സ്റ്റാലിനും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായിരുന്നു. എല്ലാവരും രാഷ്ട്രീയം പറയാൻ തയ്യാറായില്ലെങ്കിലും ഹൃദയഭേദകമായ രംഗങ്ങൾ കണ്ട് അവരെ ആശ്വസിച്ച് മടങ്ങുകയായിരുന്നു. എന്നാലും TVKയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഘട്ടത്തിൽ
20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹായധനം കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഇത് കേവലം ഒരു രാഷ്ട്രീയ കൂട്ടമല്ല എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. വിജയെ കാണാൻ അദ്ദേഹത്തിന്റെ വീരാരാധന ഉള്ള കുറെ ആരാധകർ എത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. ഈ അന്വേഷണ ചുമതലയുള്ള റിട്ടയർഡ് ജസ്റ്റിസ് അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ശ്രീകുമാറിനാണ് കരൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.